ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കുറച്ച് റിയൽ ലൈഫ് സെൻറ്റൻസുകൾ കേട്ടാലോ. സാധാരണ സംഭാഷണങ്ങൾ ഉൾപ്പെടുന്ന സെൻറ്റൻസുകളാണിവ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെൻറ്റൻസസ്. നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. നീ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് യു വുഡിൻ കം. ഐ തോട്ട് യു വുഡിൻ കം. ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഐ തോട്ട് യു വുഡിൻ കം. നീ വരില്ലെന്ന്, നീ വരില്ലെന്ന്. വുഡിൻ കം എന്നാണ്, വുഡ് നോട്ട് കം. നീ വരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വിചാരിച്ചതാണ്. അപ്പം നാം അത് എന്തുപയോഗിച്ചിട്ടാണ് പറയുക? വുഡ് വെച്ചിട്ട് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസും കൂടിയാണ്, വരില്ലെന്ന്. സോ വുഡ് നോട്ട് കം, വുഡ് നോട്ട് കം. വെർബിൻ്റെ ബേസ് ഫോമാണ് കം, വുഡ് നോട്ട് കം. ദെൻ നെക്സ്റ്റ് വൺ, അവൾ വരാൻ വിസമ്മതിച്ചു. അവൾ വരാൻ വിസമ്മതിച്ചു. വിസമ്മതിച്ചു എന്നുള്ളതിന് റിഫ്യൂസ്ഡ് എന്ന് ഉപയോഗിക്കാം. റിഫ്യൂസ്ഡ്, നിഷേധിക്കുക, നിരാകരിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഷീ റിഫ്യൂസ്ഡ് ടു കം. ഷീ റിഫ്യൂസ്ഡ് ടു കം. മറ്റൊരു രീതിയിൽ പറയാം, വേറൊരു വേർഡ് വെച്ചിട്ട് ഷീ ഡിസഗ്രീഡ് ടു കം എന്നും പറയാം. ഷീ ഡിസഗ്രീഡ് ടു കം. ഡിസഗ്രീഡ് വിസമ്മതിച്ചു. ഷീ ഡിസഗ്രീഡ് ടു കം. അവൾ വരാൻ വിസമ്മതിച്ചു. നീ വരികയാണെങ്കിൽ ഞാൻ വരാം. നീ വരികയാണെങ്കിൽ ഞാൻ വരാം. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, നീ വരുമെങ്കിൽ ഞാൻ വരാം. ഇഫ് യു ആർ കമ്മിങ് ഐ വിൽ കം. ഇഫ് യു ആർ കമ്മിങ് ഐ വിൽ കം. നീ വരികയാണെങ്കിൽ ഞാൻ വരാം. ഇഫ് യു ആർ കമ്മിങ്, നീ വരികയാണെങ്കിൽ ഐ വിൽ കം, ഞാൻ വരാം. ദെൻ നെക്സ്റ്റ്, ഒന്നും അറിയാത്തതുപോലെയാണ് അവൾ സംസാരിക്കാറ്. ഒന്നും അറിയാത്തതുപോലെയാണ് അവൾ സംസാരിക്കാറ്. ഷീ സ്പീക്സ്. അവൾ സംസാരിക്കാറ് എന്നെങ്ങനെ പറയാം? ഷീ സ്പീക്സ്. ഷീ സ്പീക്സ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സിംഗുലർ പ്ലൂറൽ വ്യത്യാസം അനുസരിച്ച് വേർബിൽ വരുന്ന വ്യത്യാസത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്. ഷീ സ്പീക്സ്, അവൾ സംസാരിക്കാറ്. ഷീ സ്പീക്സ്. അതുപോലെ എന്നതിന് ലൈക്ക് ദാറ്റ്. ലൈക്ക് ദാറ്റ്. ഷീ സ്പീക്സ് ലൈക്ക് ദാറ്റ്. നത്തിങ് നോസ്. ഷീ സ്പീക്സ് ലൈക്ക് ദാറ്റ്. നത്തിങ് നോസ്. നത്തിങ് നോസ് എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. ഓക്കെ, ദെൻ ഒന്നും അറിയാത്തതുപോലെയാണ് അവർ സംസാരിക്കാറ് എന്ന് പറയുമ്പോൾ അവറാണ്. അപ്പോൾ ദേ. അപ്പോൾ ഷീക്ക് പകരം അവിടെ എന്ത് ഉപയോഗിക്കണം? ദേ ഉപയോഗിക്കണം. വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. ദേ സ്പീക്ക് ലൈക്ക് ദാറ്റ്. നത്തിങ് നോ. ദേ സ്പീക്ക് ലൈക്ക് ദാറ്റ്. നത്തിങ് നോ. ദേ സ്പീക്കാണ്. സ്ട്രക്ചറിനെ പറ്റി സംശയമുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി കണ്ടു നോക്കൂ കേട്ടോ. ഇത് മനസ്സിൽ വെച്ചേക്ക്. കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ഇത് ചിലപ്പോൾ വല്ല രഹസ്യം പറഞ്ഞിട്ട് പറയാം. കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ഇത് മനസ്സിൽ വെച്ചേക്ക്, മറ്റാരോടും പറയേണ്ട എന്നർത്ഥത്തിൽ. അതിലിങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം, ഈ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഒരു കാര്യം നീ മനസ്സിൽ വെക്കണം. സമയത്ത് ഇത് ഓർത്ത് വെക്കണം, മറന്നു പോകരുതെന്ന അർത്ഥത്തിൽ, ഇത് ഓർത്ത് വെക്കണമെന്ന അർത്ഥത്തിൽ കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് എന്ന് പറയാം. കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. ദെൻ നെക്സ്റ്റ്, ഞാൻ പറയുന്നത് വരെ കാത്തിരിക്കും. ഞാൻ പറയുന്നത് വരെ കാത്തിരിക്കുക. വെയിറ്റ് അൺടിൽ ഐ സേ. വെയിറ്റ് അൺടിൽ ഐ സേ. അൺടിൽ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നുള്ള അർത്ഥത്തിലാണ്. അൺടിൽ, വരെ. ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വരെ. അൺടിൽ ഐ സേ, ഞാൻ പറയുന്നത് വരെ. വെയിറ്റ്, കാത്തിരിക്കുക. വെയിറ്റ് അൺടിൽ ഐ സേ, ഞാൻ പറയുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുക. വെയിറ്റ് അൺടിൽ ഐ കം. വെയിറ്റ് അൺടിൽ ഐ കം. ഐ കം. ഇതെല്ലാം ഇവിടെ എല്ലാം എന്താണ്? വേർബിൻ്റെ ബേസ് ഫോമാണ്. സേ, കം എല്ലാം. വെയിറ്റ് അൺടിൽ ഐ കം, ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ എത്തുന്നത് വരെ കാത്തിരിക്കുക എന്ന് പറയാൻ വെയിറ്റ് അൺടിൽ ഐ ഗെറ്റ്. വെയിറ്റ് അൺടിൽ ഐ ഗെറ്റ്. ഐ ഗെറ്റ്, എത്തുക. അപ്പോൾ ഗെറ്റിന് പകരം നമുക്ക് അറൈവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെയിറ്റ് അൺടിൽ ഐ അറൈവ്. വെയിറ്റ് അൺടിൽ ഐ അറൈവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എനിക്കറിയാവുന്നിടത്തോളം അയാൾ അത്ര നല്ലവനല്ല. എനിക്കറിയാവുന്നിടത്തോളം അയാൾ അത്ര നല്ലവനല്ല. As far as I know, as far as I know, he's not that much good. He is not that much good. I know എന്ന് പറഞ്ഞാൽ എനിക്കറിയാമെന്നാണ്. I know, എനിക്കറിയാം. As far as I know എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം ഒരു ഫ്രേസാണ്. As far as, അറിയാവുന്നിടത്തോളം, അത്രത്തോളം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസാണ് as far as. As far as I know, എനിക്കറിയാവുന്നിടത്തോളം അയാൾ അത്ര നല്ലവനല്ല എന്ന് പറഞ്ഞാൽ he is not that much good.
അത്ര എന്നുള്ളതിനാണ് അവിടെ ദാറ്റ് മച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മച്ച്, അത്രയ്ക്ക്. ഹീസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്, അത്രയ്ക്കൊക്കെ നല്ലവനല്ല. ഹീസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ആസ് ഫർ ആസ് ഐ നോ ഹീസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഹീസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്. ഇത് അത്ര പ്രധാനപ്പെട്ടതാണോ? നെക്സ്റ്റ് വൺ ആണ്, ഇത് അത്ര പ്രധാനപ്പെട്ടതാണോ? അത്ര. അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ദാറ്റ് മച്ച് ഇവിടെ യൂസ് ചെയ്യാം. ഇത് അത്ര പ്രധാനപ്പെട്ടതാണോ? ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് ആണോ? ഈസ് ഇറ്റ് ആണ്. ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്? ദാറ്റ് മച്ച്, ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്? അത് അത്രയ്ക്ക് നല്ലതാണോ? അത്രയ്ക്ക് നല്ലതാണോ? ഒരേ ഫ്രേസാണ്. ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഗുഡ്? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഗുഡ്? അത്രയ്ക്ക് നല്ലതാണോ? ഈസ് ഇറ്റ് ദാറ്റ് മച്ച് ഗുഡ്? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആശ്വസിപ്പിക്കാനോ ഒക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ദർ ഇസ് നോ നീഡ് ടു വറി. ദർ ഇസ് നോ നീഡ് ടു വറി. വിഷമിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ടു വറി. ആവശ്യമെങ്കിൽ എന്നോട് ചോദിക്കുക. ആവശ്യമെങ്കിൽ എന്നോട് ചോദിക്കുക. ആവശ്യമെങ്കിൽ എന്ന് പറയാൻ ഇഫ് യു നീഡ്, ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ആസ്ക് മീ, ആസ്ക് മീ. ഇഫ് യു നീഡ് ആസ്ക് മീ, ഇഫ് യു നീഡ് ആസ്ക് മീ. ഇത് കുറച്ച് ഷോർട്ടായിട്ട് പറയുന്ന ഒന്നാണ്. അതൊക്കെയാണ് ഒരു ഓഫർ കൊടുക്കുകയാണ് അല്ലേ, സഹായത്തിന് വേണ്ടിയിട്ട്. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും പറയാം. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇഫ് യു നീഡ് എനി ഹെൽപ്പ്. അപ്പോൾ ഇഫ് യു നീഡിൻ്റെ കൂടെ എന്ത് ചേർക്കണം? എനി ഹെൽപ്പ്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ആസ്ക് മീ. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ആസ്ക് മീ. ഒരു സഹായം ഒരാൾക്ക് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ ഇതിന് റിപ്ലൈ ചെയ്യാം? ഒന്നുകിൽ താങ്ക്സ് പറഞ്ഞ് സഹായം സ്വീകരിക്കാം അല്ലേ, ഷുവർ താങ്ക്സ് പറയാം. അതല്ലെങ്കിൽ സഹായം ഓഫർ ചെയ്തതിന് നന്ദി പറയാം. താങ്ക്സ് ഫോർ യുവർ ഓഫർ, താങ്ക്സ് ഫോർ യുവർ ഓഫർ. അതുമല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങളുടെ സഹായം വേണ്ടാഞ്ഞിട്ടല്ല, നിങ്ങളുടെ സഹായം വേണ്ടാഞ്ഞിട്ടല്ല. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ്. ആ സഹായം ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥത്തിൽ. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനോട് സ്റ്റാർട്ടിങ്ങിൽ നോട്ട് ദാറ്റ് ചേർത്ത് പറയുമ്പോഴോ അതിൻ്റെ മീനിങ് വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല എന്നർത്ഥത്തിൽ. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പറയാം? ഇംഗ്ലീഷിൽ പറയാൻ പക്ഷേ ഇപ്പോൾ എന്നതിന് ബട്ട് നൗ. പക്ഷേ ഇപ്പോൾ എന്നതിന് ബട്ട് നൗ. ബട്ട് നൗ. ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് എന്താണ്? എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ്. ഞാനൊരു അത്രയും ആത്മവിശ്വാസത്തിലാണ് ഇരിക്കുന്നത്, അതാണ് പറയേണ്ടത്. ഐ ആം കോൺഫിഡൻറ്റ്. ഐ ആം കോൺഫിഡൻറ്റ്. ബട്ട് നൗ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഞാൻ ആത്മവിശ്വാസത്തിലാണ്. ബട്ട് നൗ ഐ ആം കോൺഫിഡൻറ്റ്. ഇനി എന്താണ് പറയേണ്ടത്? ഇത് എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും എന്നും കൂടി പറയണം അല്ലേ. ഇവിടെ രണ്ട് സെൻറ്റൻസ് ആണ്, ഒരു ലോങ് സെൻറ്റൻസ് ആണ്. അതിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വേണം പറയാൻ. ഐ എം കോൺഫിഡൻറ്റ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മൾ ദാറ്റ് എന്നൊരു ജോയിൻറ്റ് വേർഡ് ഉപയോഗിക്കണം. ദാറ്റ്. ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് എന്താണ്? എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയും. എങ്ങനെ പറയാം? ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസം എന്നാണ് പറയുന്നത്. ബട്ട് നൗ ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. ഇറ്റ് മൈസെൽഫ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം അതാണ്. അപ്പം താങ്ക്സ് ഫോർ യുവർ ഓഫർ. ഓഫറിന് നന്ദി. താങ്ക്സ് ഫോർ യുവർ ഓഫർ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു വിഷമം തോന്നും അല്ലേ, ഒരു നിരാശ തോന്നുമോ? ഞാൻ സഹായം ഓഫർ ചെയ്തിട്ട് അത് നിരസിച്ചല്ലോ എന്നർത്ഥത്തിൽ. അപ്പോൾ ഇത്രയും കൂടി പറയുന്നത്, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് വിചാരിക്കരുത്. ഇതെങ്ങനെ പറയാം? നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ഡോണ്ട് തിങ്ക്. ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞാൽ വിചാരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്നർത്ഥത്തിൽ. ഡോണ്ട് തിങ്ക് what I let you down. Don't think what I let you down. Don't think എന്ന് പറഞ്ഞാൽ വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തി എന്ന് പറയാൻ I let you down. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തി. I let you down. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തി. അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് ജോയിൻ ചെയ്ത് വേണം പറയാൻ. Don't think what I let you down. Don't think വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് വിചാരിക്കരുത് എന്നാണ് അവിടെ പറയേണ്ടത്.
നമ്മൾ നേരത്തെ ദാറ്റ് വെച്ച് ജോയിൻ ചെയ്ത് പറഞ്ഞു അല്ലേ ഒരു സെൻറ്റൻസ്, അതേപോലെ ഇവിടെ അത് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് വാട്ട് യൂസ് ചെയ്യാം. ഡോണ്ട് തിങ്ക് വാട്ട് ഐ ലെറ്റ് യു ഡൗൺ. ഡോണ്ട് തിങ്ക് വാട്ട് ഐ ലെറ്റ് യു ഡൗൺ. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് വിചാരിക്കരുത്. ഇനി നീ എന്നെ നിരാശപ്പെടുത്തി എന്നെങ്ങനെയാണ് പറയുക? നീ എന്നെ നിരാശപ്പെടുത്തി, നിൻ്റെ പ്രവൃത്തി എന്നെ നിരാശപ്പെടുത്തി. യു ലെറ്റ് മീ ഡൗൺ. യു ലെറ്റ് മീ ഡൗൺ. നീ എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് പറയാം. യു ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. യു ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഓക്കെ, മറ്റു കൂട്ടം സെൻറ്റൻസുകളുമായി നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.